എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഡൈ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം നമ്മളെല്ലാവരും ഹെയർ കളർ വരുത്താൻ വേണ്ടി, അതായത് അകാല നര ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ രീതി എന്ന് പറയുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം അകാല നരയാണ്. ഇപ്പം എല്ലാവരും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അകാല നര മാറ്റാൻ വേണ്ടി നമ്മൾ മുടി ഏതൊക്കെ വിധത്തിൽ കറുപ്പിക്കാം എന്നതിനെക്കുറിച്ച് അന്വേഷണങ്ങളും നമ്മൾ ഓരോന്ന് കണ്ടു ചെയ്യുകയും നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ഡൈ ചെയ്യുന്നുണ്ട്, അല്ലാതുള്ള ഹെയർ ഡൈ ഒക്കെ വാങ്ങിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് സൗന്ദര്യം കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ അത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്, നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കൊണ്ടുപോകാനും, പെട്ടെന്നൊരു നമ്മളിപ്പോൾ ഡൈ ചെയ്യാതൊക്കെ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് ഒരാളിപ്പോൾ നമ്മളെ വിളിക്കുക, നമുക്കൊരു അത്യാവശ്യ കാര്യത്തിന് വേണം, നമ്മുടെ മുടി പെട്ടെന്ന് നമുക്ക് കുഴച്ച് വെച്ചിരുന്ന ഒരു ദിവസം കഴിഞ്ഞ് എടുത്ത് പുരട്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് തലയിൽ ഡൈ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം അത് നമുക്ക് അങ്ങനെ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് ഭക്ഷണം കഴിഞ്ഞു നമുക്കത് നീക്കം ചെയ്യുകയും ചെയ്യാം. കഴുകി കളയുകയോ അല്ലെ തുടച്ച് കളയുകയോ ഒക്കെ ചെയ്യാം. അല്ലാതെ അതിന് സൈഡ് എഫക്റ്റും ഒന്നുമില്ല. നേരെ മറിച്ച് നമ്മളൊരു ഡൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൈ അലർജി ഉള്ളവർക്ക് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റത്തില്ല. നാച്ചുറൽ ഡൈ എന്ന് പറയുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണത്. പിന്നെ അത് കുഴച്ച് ഒരു ദിവസം വെക്കണം. പിന്നെ അടുത്ത ദിവസം നമ്മൾ ഒരു ദിവസം കഴിയുമ്പോൾ 1 മണിക്കൂർ തലയിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പനിയൊക്കെ നിരന്തരം തലനീരിറങ്ങുന്നവർക്കും പനിയുള്ളവർക്കും മൂക്കൊലിപ്പ് തുമ്മൽ ഒക്കെ ഉള്ളവർക്ക് അതായത് കോൾഡ്, ഈ അലർജി ഉള്ളവർ, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും, അലർജി ഉള്ളവർക്ക് നമ്മൾ ഇത് നിരന്തരം ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. 1 മണിക്കൂർ നമ്മൾ തലയിൽ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ അനുഭവസ്ഥയാണ്. ഞാൻ എന്നാലും ഡൈ ചെയ്യും. എനിക്ക് എൻ്റെ മുടി മൊത്തം ഹെയർ മൊത്തം നരയാണ്. ഡൈ ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ കറുത്തിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ഹെയർ ഡൈ വാങ്ങിച്ച് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് ദേഹത്തൊക്കെ പിഗ്മെൻറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നാച്ചുറൽ ഡൈ ആണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം 2 മാസം കൊണ്ട് ഞാൻ ഡൈ ചെയ്യുന്നില്ല. 2 മഴ സീസൺ തുടങ്ങണൊക്കെ പിന്നെ ഞാൻ ഈ നാച്ചുറൽ ഡൈ ചെയ്യുന്നില്ല. കാരണം എനിക്ക് പനിയും തുമ്മലും ചുമയും ശ്വാസം മുട്ടലും ഒക്കെ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ മഴ സീസൺ തുടങ്ങണൊക്കെ പിന്നെ നമ്മൾ ഈ ഡൈ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നാച്ചുറൽ ഡൈ ഉപയോഗിച്ചിട്ടില്ല. അതായത് നമ്മൾ കുഴച്ച് വെച്ച് ഒരു ദിവസം വെച്ചിരുന്ന് അടുത്ത ദിവസം നമ്മൾ 1 മണിക്കൂർ തലയിൽ പൊത്തി വെച്ച് 1 ചെയ്ത് പിന്നെ 2 ചെയ്ത് അങ്ങനെ 3 പ്രാവശ്യമൊക്കെ നമ്മൾ ചില ഡൈ ഒക്കെ ചെയ്യുമല്ലോ. അങ്ങനെയൊന്നും ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല. എനിക്കിങ്ങനെയുള്ള അസുഖം വരുന്നത്. അതിന് ഞാൻ ചെയ്യുന്ന ഒരു ഡൈ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട്, അത് നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നേരത്തെ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുങ്ങിയിട്ട് അത് ഒന്ന് നമ്മുടെ ഹെയറിലൊന്ന് ടച്ച് ചെയ്താൽ മതി. അതിന് ടച്ചപ്പ് എന്ന് തന്നെ ആണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട്, നമ്മുടെ മുടി കറുപ്പൊന്നും അറിയാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ മുഖത്തൊക്കെ നല്ല ഭംഗിയാണ്. നമ്മുടെ തലമുടി കറുത്തിരിക്കുമ്പോൾ കറുത്തവരായാലും വെളുത്തവരായാലും മുടി കറുത്താണെങ്കിൽ അതിനൊരു പ്രത്യേക ഐശ്വര്യമാണല്ലോ. അപ്പോൾ അതേ രീതിയിൽ തന്നെ നല്ല ഐശ്വര്യത്തോടെ തന്നെ ഇരിക്കുന്ന ഒരു ഡൈ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുഞ്ഞിലെ, അതുപോലെ അങ്ങും ഇഞ്ഞുമൊക്കെ ഓരോ നരയുള്ളവർ, ഈ ഭാഗത്തൊക്കെ 1-2 നര, ഇവിടെയൊക്കെ 1-2 നരയുള്ളവർ നമ്മൾ ഈ ഹെയർ പാക്ക് ഇടാനായിട്ട് മെനക്കെടേണ്ട കാര്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ പാക്ക് ഇടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ഹെയർ വളരുകയും ചെയ്യും, നമ്മുടെ തലയിലുള്ള താരണങ്ങളൊക്കെ പോവുകയും ചെയ്യും, നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും. പിന്നെ പെർമനൻ്റായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ കറുത്തിരിക്കുകയും ചെയ്യും. അത് നല്ലത് തന്നെയാണ്. പക്ഷേ എങ്കിലും ഓരോ മുടി ഇങ്ങനെയൊക്കെ ഉള്ളവർ ഈ വെറുതെ മെനക്കെട്ടിങ്ങനെ പാക്ക് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു ഒരു ഹെയർ ഡൈ ആണ്. ടച്ച് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മളിത് ചെയ്തിട്ട് എവിടെയെങ്കിലും പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യത്തിനൊരു പോകണം, ഒരു ഹോസ്പിറ്റൽ കേസ്
അല്ലെ ഒരു ആരെങ്കിലും ഒന്ന് കാണാൻ അല്ല ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇനി പെട്ടെന്നൊന്ന് അങ്ങോട്ട് ചെല്ലണം. അപ്പോൾ നമ്മുടെ ഈ മുടി ഇതേ രീതിയിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് ടച്ച് ചെയ്തൊന്ന് കറപ്പിച്ചിട്ട് നമുക്ക് ഓടിപ്പോവാം. ഞാൻ അങ്ങനെ കണ്ടില്ല, എൻ്റെ രണ്ട് ഉച്ചയ്ക്കും കൂടും നേരെ ഇതൊക്കെ ഡൈ ആണ്, ഡൈ ആയിട്ട് കറുത്തിരിക്കും. നമുക്ക് ഇനി കിളിച്ച് വരുന്ന മുടിയാണല്ലോ ഇങ്ങനെ വെളുക്കുന്നത്, ബാക്കിയെല്ലാം നമുക്കിങ്ങനെ കറുത്ത് തന്നെ ഇരിക്കും. കണ്ടില്ലേ, അത് ഫുൾ കളർ വെള്ള കളറാണ് എൻ്റെ മുടി. ഇപ്പോൾ ഇത് ഞാൻ ഈ നാച്ചുറൽ ഡൈ ചെയ്തുകൊണ്ടാണ് എൻ്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും നമ്മൾ കിളിച്ച് വരുന്ന ഹെയറെല്ലാം ഇങ്ങനെ വെളുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഡൈ ആണ്, അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ദാസ്ലർ ഹെയർ ടച്ചപ്പ് എന്നാണ് എൻ്റെ പേര്. ഇങ്ങനെ വെച്ചാൽ അത് കറക്റ്റായിട്ട് കാണുമോയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്. ദാസ്ലർ ഹെയർ ടച്ചപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത് പുരട്ടുന്ന എങ്ങനെയാണെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ്ട് ഇതിന് ബ്രഷും ഒക്കെ ഉണ്ട്. നമ്മൾ കണ്ട ഇങ്ങനെ ഇങ്ങോട്ട് ഊരി ഇങ്ങനെ ഊരി എടുക്കുമ്പോൾ ഇതിനകത്ത് ബ്രഷ് ഉണ്ട്, കണ്ടില്ലേ. ഈ ബ്രഷ് നമ്മുടെ കണ്ട് ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ അങ്ങ്, ഇതിപ്പോൾ എനിക്ക് വശമില്ല, ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ ഇങ്ങനെ അങ്ങ് തൂത്താൽ മതി. അപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിന്നത് ഡൈ ചെയ്തില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാനിന്ന് അങ്ങോട്ടെല്ലാം പോകുമ്പോൾ ഓച്ചിറ വരെ പോയായിരുന്നിട്ട് ഞാനിത് കളർ ചെയ്തില്ല. കാരണം കളറായിട്ടിരുന്നാൽ പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തില്ല. എൻ്റെ വീട് ഓച്ചിറയാണേ, അതുകൊണ്ടാണ് ഞാൻ ഓച്ചിറയെന്ന് പറഞ്ഞ്. ദൂരെയൊന്നുമല്ല, ഓച്ചിറ പ്രദേശവാസിയാണ് ഞാൻ. പിന്നെ കണ്ണട വെച്ചെങ്കിൽ മാത്രമേ എനിക്കിത് കാണത്തുള്ളൂ, കണ്ണ് കാണത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കണ്ണട ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ ഈ ഹെയർ വെളുത്തിരിക്കുന്നിടം മാത്രം നമുക്കിങ്ങനെ ടച്ച് ചെയ്താൽ മതി. ഇതേപോലെ എല്ലാം കണ്ട് ഇവിടെ ഉണ്ട് ഇച്ചിരി കളർ ചേഞ്ച്. പിന്നെ നമ്മൾ വീണ്ടും എന്ത് കൊണ്ട് ഓടിയത്, നമുക്ക് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 120 രൂപ കേട്ടോ. നമുക്കൊരു 1-2 മാസത്തേക്കാണ്. നമുക്ക് ഇങ്ങനെ ഹെയർ ടച്ച് ചെയ്യുന്നവർക്ക് ഒരു 2 മാസം കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നവർക്ക് 2 മാസമൊക്കെ ഉപയോഗിക്കാം. പിന്നെ അല്ലാതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ 6 മാസമൊക്കെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ദിവസവും ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ദിവസവും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എവിടെയെങ്കിലും പോകുമ്പോൾ ഒക്കെ നമുക്കൊന്ന് ചെയ്താൽ പോരേണ്ടതേ രീതിയിൽ. ഞാനിപ്പോൾ കണ്ണട ഉള്ളതുകൊണ്ടാണ് എനിക്കത് കണ്ടോ, നമ്മളിങ്ങനെ ചെയ്താൽ മതി. നമ്മൾ മീശ, ആണുങ്ങൾക്ക് മീശ കറുപ്പിക്കാം, പിന്നെ താടി കറുപ്പിക്കാം. കണ്ട, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത് കണ്ട, ഇതാണ് നമുക്ക് പിന്നെ കഴുകണ്ട, നല്ല ഭംഗിയായിട്ടിരിക്കും. കണ്ടോ, നമ്മളൊന്ന് ചീകിയൊന്ന് എങ്ങും നമ്മുടെ മുടിയേൽ മാത്രമാണ് നമ്മളിങ്ങനെ ഇതുകൊണ്ട് ടച്ച് ചെയ്ത്. ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ ഈ കണ്ണട വെച്ചിരിക്കുന്നുണ്ട്. കണ്ണട എടുത്താൽ എനിക്ക് കണ്ണ് കാണത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ കണ്ണട എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചീകി ഇതേ രീതിയിൽ അങ്ങ് വെച്ചിട്ട് നമ്മളൊന്ന് ചീകിതാണ്ട് ഇങ്ങനെ ചീകി കൊടുക്കുക. കണ്ട, കണ്ടില്ലേ എൻ്റെ തല, കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ, നന്നായിട്ട് ഇവിടെ കളറ്, എൻ്റെ മുടി കളറായണ്ടോ, ആ വെളുപ്പെല്ലാം പോയിട്ട് ഇവിടെ ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണേ. കണ്ണ് കാണുന്നവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചാലത് കണ്ടില്ലേ. ഇതേ രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡൈ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ കണ്ടോ എൻ്റെ കളർ അല്ല, ഇതേ രീതിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതിനാണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കണ്ടോ, ഉണ്ടല്ലേ. അപ്പം എല്ലാവരും നമ്മൾ ഒരു നര 1, 2, 3 അല്ല ഇവിടെയൊക്കെ ഇച്ചിരിയൊക്കെ നരയുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൈ വെറുതെ മേടിച്ച് കാശ് കളയണോ? അല്ല ഈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കി ഇത്രയും സമയം കളയേണ്ട കാര്യമില്ല. ഞാൻ പക്ഷേ ചെയ്യും കേട്ടോ, കാരണം എനിക്ക് എൻ്റെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പുരട്ടാം. ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പുരട്ടാം. കണ്ടോ, ഞാൻ പക്ഷെ ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ചെയ്യണം, കാരണം ചെയ്യാതെ പറ്റത്തില്ല. നമ്മളെന്നും ഈ മുടിയെല്ലാം ഇനി അങ്ങ് നരച്ച് പോയാലേ. അപ്പോൾ ഇനി ഇതെല്ലാം എൻ്റെ നാച്ചുറൽ ഡൈ കൊണ്ട് ചെയ്തതാണ്. കറുത്തിരിക്കുന്നതാണ്, നല്ല കറകറാന്ന്. അപ്പോൾ ഇവിടെ ഇങ്ങനെ, അപ്പോൾ പിന്നെ ഇത് നമുക്കൊരു ഉപകാരം എന്ന് പറയുന്നതേ,
നമ്മൾ ഹെയർ ഡൈ ചെയ്ത് കഴിഞ്ഞാലും 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വെളുപ്പ് വീഴും ഇല്ലേ? വെളുപ്പ് വീഴുമ്പോൾ നമ്മൾ വീണ്ടും ഡൈ ചെയ്യണോ അതോ ഇതാണോ നല്ലത്? അപ്പോൾ നമുക്കിത് പുരട്ടാം കേട്ടോ. നമ്മളത് നാച്ചുറൽ ഡൈ ചെയ്താലും ഇത് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഇത് നമുക്ക് ഉപയോഗിക്കാം, നല്ലതാണ്. നമുക്ക് പിന്നെ ഡൈ ചെയ്താൽ നമ്മുടെ മുടിച്ച നരച്ച മുടി ഭാഗത്ത് ഇതൊക്കെ ചെയ്യാൻ കണ്ടില്ലേ, ഇത് കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.